ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് എപ്പോഴും മേടിക്കാറുള്ളത് ഇപ്പം എൻ്റെ പോലെ ഏകദേശം സ്കിൻ ടോണൊക്കെ ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ട് വെച്ചെങ്കിൽ അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഏകദേശം ഇവർ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നമുക്ക് ഓക്കെ ആവുമെന്ന് തോന്നുമ്പോൾ അങ്ങനെ കുറച്ചൊരു സെർച്ചൊക്കെ ചെയ്തിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത് കേട്ടോ. അപ്പം ചിലതൊക്കെ ഒരുവിധം ഒരു 50-60% ശരിയായിട്ട് വരാറുണ്ട്, ചിലത് ഫ്ലോപ്പ് ആവുകയും ചെയ്യും. എന്നാലും ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ കാണുന്നതും അത് മറ്റുള്ളവർ ഇട്ടിട്ട് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. എനിക്ക് ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളോട് ഇപ്പോൾ വല്ലാണ്ട് അത്ര ക്രേസ് ഇല്ലെങ്കിലും ലിപ്സ്റ്റിക്ക് എന്നും ഒരു കൊതിയുള്ള സാധനമാണ്. അപ്പം ഇന്ന് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്ക് കൂടുതൽ ഒന്നുകൂടെ വാങ്ങിയിട്ടുണ്ട്, റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ കുറച്ച് ഷെയ്ഡും മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, വീഡിയോയ്ക്ക് പോവാം. പിന്നെ ഇപ്പൊ ആമസോണിലെ സമ്മർ സെയിൽ പോയോണ്ടിരിക്കുകയാണ്, ഗ്രേറ്റ് സമ്മർ സെയിൽ പോയോണ്ടിരിക്കുകയാണ്. അത് തീരണേറ്റ് മുന്നേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഓഫറൊക്കെ പോയോണ്ടിരിക്കുന്ന സമയത്ത് മേടിക്കാനായിട്ട് നോക്കുക. ഏകദേശം ഒരു 80% ഓഫിൽ ടോപ്പ് ഫാഷൻ ബ്യൂട്ടി ഐറ്റംസിനൊക്കെ കിഴിവ് എടുക്കുന്നുണ്ട്, ഓഫ് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്, എക്സ്ട്രാ 10% ഡിസ്കൗണ്ട് ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക്കുകൾ കാണാം. ഫസ്റ്റ് തന്നെ ഞാനിപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് മാർസിന്റെ പോപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്ക് ഞാനിപ്പം ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, ഏകദേശം ഒരു 5-6 മാസമായിട്ട് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് ഞാനിങ്ങനെ മാറി മാറി ഒരു 4-5 ഷെയ്ഡ് മാറി മാറി ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല ഡാർക്കാണ്, നല്ല ഡീപ്പായിട്ടുള്ള എന്താ പറയാ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. റെഡ്, പിങ്ക് ഒക്കെ അങ്ങനെ തന്നെ എടുത്ത് കാണിക്കും. എൻ്റെ ഈ നിങ്ങൾക്ക് ഓക്കെ കാണാൻ പറ്റൂട്ടോ, എനിക്ക് അങ്ങനെ വല്ലാണ്ട് വലിയ ലിപ്പൊന്നുമില്ല, കുഞ്ഞ് ലിപ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള ലിപ്പിനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ബോറാണെന്നുള്ള ചിന്തയിലാണ് ഞാൻ കുറേ വർഷങ്ങളോളം ന്യൂഡ് ലിപ്സ്റ്റിക് മാത്രം പരീക്ഷിച്ച് നോക്കിയിരുന്നത്. എന്നിട്ട് ഇപ്പം അടുത്താണ് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണേ. അതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്നും പുറത്തു പോകുമ്പോൾ അത്ര ഡാർക്കായിട്ടൊന്നും ഇടാറില്ല കേട്ടോ. അങ്ങനെ ഡാർക്ക് ഇട്ടിട്ട് എനിക്ക് മടുത്തു തുടങ്ങി. അപ്പം വിചാരിച്ചു ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് മേടിക്കാന്ന്, അങ്ങനെ മേടിച്ചതാണ് ഈ ലിപ്സ്റ്റിക്ക്. കഥ കഴിഞ്ഞു. ഇട്ടിരിക്കുന്ന ഈ ഷെയ്ഡാണ്. ഇതിന്റെ പ്രത്യേകത എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ടപ്പം ഒറ്റ പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇത് എന്താ പറയാ 2 പ്രാവശ്യം ഇടേണ്ട ആവശ്യമില്ല. എന്താ അത് കിട്ടണില്ലല്ലോ, നല്ല പിഗ്മെന്റഡ് ആണ്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ കുറച്ച് നേരം 2-3 മണിക്കൂർ കഴിഞ്ഞ് അപ്പൊ അത് ഇട്ട് നോക്കിയിട്ട് കേട്ടോ, കുഴപ്പമില്ലാതെ വാട്ടർ പ്രൂഫ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ്. പിന്നെ ഞാൻ ചായ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക്, അപ്പോഴും ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ പാക്കിങ് നല്ല ഇഷ്ടമായി കേട്ടോ, കാണാൻ നല്ല അടിപൊളിയാണ്. ഇതൊരു പീച്ച് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണുകാർക്ക് ലിപ് ലൈനർ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഒരു ലിപ് ലൈനറും കൂടി വരഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതിന്റെ പാക്കിങ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഞാൻ മാർസിന്റെ ഈ ഒരു രൂപത്തിലുള്ള ലിപ്സ്റ്റിക്ക്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മാർസിന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ മറ്റേ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഒരു വട്ടത്തെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വല്ലാണ്ട് മാർസിന്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം നല്ലതാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം വീണ്ടും ന്യൂഡിലേക്ക് തന്നെ വന്നു. എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും അത് തന്നെയായിരിക്കും. പിന്നെ കുറെ കഴിഞ്ഞ് എനിക്ക് മടുക്കുമ്പോഴാണ് ഞാൻ വേറെ ഒന്നിലേക്ക് മാറാം. അടുത്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിന്റെ ഷെയ്ഡ്. അപ്പം ഇത് 21 പോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. രണ്ടാമത്തതും മൂന്നാമത്തതും മാർസ് തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ ലിപ്സ്റ്റിക്കും ആക്കാം. രണ്ടാമത്തെ മാർസിന്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ക്രീമി മാറ്റ് ആ ഒരു ഇതിൽ വരണ ലിപ്സ്റ്റിക് ആട്ടോ. ഫെസ്റ്റി സുംബ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത്. ലിപ്സ്റ്റിക്ക് ഇത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണോ, എല്ലാവരും മാർസിന്റെ ലിപ്സ്റ്റിക് ഒക്കെ ഒരുപാട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഷെയ്ഡും 02 ഫെസ്റ്റി സുംബ അങ്ങനെയല്ലേ, ഓക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ പേരൊക്കെ പെട്ടെന്ന് മറക്കും, അപ്പൊ ഞാൻ താഴെ നോക്കണം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ന്യൂഡായിട്ട് എനിക്ക് തോന്നി. ഇത് കുറച്ച് പിങ്ക് കലർന്നിട്ടുള്ള ബ്രൗൺ ന്യൂഡാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറച്ച് എനിക്കൊന്ന് ഒരു വൈൻ ഷെയ്ഡൊക്കെ ആയിട്ട് എനിക്ക്
ആവുന്നാണ് എൻ്റെ നിഗമനം. ഞാൻ ഇട്ടിട്ട് നോക്കിയില്ല. ഇതിപ്പം ഞാൻ ഈ കവർ ഇങ്ങോട്ട് പൊളിച്ച് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ തുറന്നിട്ട് ഞാൻ എടുത്തു നോക്കണാണേ. ഞാൻ ഇതെനിക്കൊരു ന്യൂഡ് ആവുമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇതെനിക്കൊരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരാനാണ് സാധ്യത കണ്ടിടത്തോളം. പക്ഷെ എൻ്റെ കയ്യിൽ വൈൻ ലിപ്സ്റ്റിക് ഒന്നുമില്ല. മിക്കവാറും ഇതൊരു അങ്ങനത്തെ ഒരു ഷെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. റേറ്റ് ഭയങ്കര കുറവാണ്, നിങ്ങൾക്കറിയാലോ. ഇത് ഭയങ്കര ക്രീമി ഫിനിഷുള്ള ലിപ്സ്റ്റിക് ആണ്. അങ്ങനെ പെട്ടെന്ന് പൂവൊന്നുമില്ല തോന്നുന്നുണ്ട്. കുറച്ച് മുന്നേ ഒരു 2-3 കൊല്ലം മുന്നേ ഞാൻ ഇതേ മോഡൽ ഒരു ലിപ്സ്റ്റിക് മാർസിന്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഉപയോഗിച്ചിരുന്നു. അപ്പം ഇതിനെ പറ്റി കൂടുതൽ ഞാൻ പറയണില്ല, ഇട്ട് നോക്കിയിട്ട് വിശദമായിട്ട് ബാക്കി ഏതെങ്കിലും വീഡിയോയിൽ പറയാം. റേറ്റ് കുറവാണ്, 200-ന്റെ ചോടെയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ലിപ് ലൈനർ ആണ് കേട്ടോ. മാർസിന്റെ ലിപ് ലൈനർ ആണേ. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന പോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് ലിപ് ലൈനർ മേടിച്ചത്. ഇത് സെയിം ഒരു പീച്ചി ബ്രൗൺ ലിപ് ലൈനർ ആണ് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കിന് ഇത് അടിപൊളിയായിരിക്കും. 67 രൂപയുള്ളൂ ഈ ലിപ് ലൈനറിന്റെ. മാൾസിന്റെ എൻ്റെ 2ാമത്തെ ലിപ് ലൈനർ ആണ്. ഇതിന്റെ മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല പക്ക ബ്രൗൺ ആയിട്ടുള്ള ലിപ് ലൈനർ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ ഏത് ലിപ്സ്റ്റിക്കിന്റെ കൂടെയും അത് ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയാണ്. ഇത് കുറച്ചുകൂടെ പറഞ്ഞ പോലെ ഒരു പീച്ചി ന്യൂഡായിട്ടുള്ള ഒരു പീച്ചി ബ്രൗൺ ന്യൂഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ കൂടെ പക്ക കറക്റ്റ് ആണ്. രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത് കേട്ടോ. ഒരു അമ്മ വെച്ച മക്കളെ പോലെ അത്രയും ഒരേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത ലിപ്സ്റ്റിക്ക്, മാർസിന്റെ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞു കേട്ടോ. 3 ഉള്ളൂ. പണ്ടത്തെ നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. അപ്പൊ അതൊന്നുകൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഡെയിലി വെയർ ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഏകദേശം എല്ലാ സ്കിൻകാർക്കും പോകുന്ന നല്ല ഭംഗിയുള്ള ന്യൂഡാണ്. അതിന്റെ പണ്ടത്തെ വ്ളോഗുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇനി നോക്കണ്ട പോയിട്ട് ഇപ്പം ഇല്ല. പണ്ടത്തെ വ്ളോഗിന് ഞാൻ സ്ഥിരം എപ്പോഴും വരാറുള്ള ഒരു കംപ്ലൈന്റ് ആണ്, ലിപ്സ്റ്റിക് ഇട്ടിട്ട് വീഡിയോയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വ്ളോഗൊക്കെ ഇടുമ്പം ആൾക്കാരെയാണല്ലേ എന്ന് വിചാരിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുണ്ട്, എല്ലാവരും ഇടാറുണ്ട് തോന്നുന്നു. ഞാൻ ഇടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് ഞാൻ സ്ഥിരം ഉപയോഗിച്ചിരുന്നത് ഈ ലിപ്സ്റ്റിക് ആയിരുന്നു. പിന്നെ എനിക്ക് ചീത്തയായിട്ട് പിന്നെ ഞാൻ ഫേസ് കാണിക്കാതെ തന്നെ വീഡിയോ ചെയ്യല്, വ്ളോഗ് എടുക്കല്. അപ്പം ഐ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലങ്ങളോളം ഞാൻ എപ്പോഴും കഴിയുമ്പോൾ വാങ്ങി വെക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത്. 500 രൂപയുടെ അടുത്താണ് ഇതിന്റെ റേറ്റ് കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പം ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ നമുക്കൊക്കെ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. അപ്പൊ ഈ 4 മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ലിപ്സ്റ്റിക് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്തേക്ക് അത് എത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാം ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ഷെയ്ഡെല്ലാം. പിന്നെ ഞാൻ ലിപ്പിൽ ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് കാണിച്ചു തരുന്നില്ല. ഞാൻ എൻ്റെ ലിപ്പ് പൊട്ടിയിട്ടാണ് ഇരിക്കണേ. എന്താണെന്നറിയില്ല, കാറ്റടിച്ചിട്ട് എന്താ അറിയില്ല, എനിക്ക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വീണ്ടും 2-3 പ്രാവശ്യം തുടച്ച് കളയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ലിപ്പിലിട്ടിട്ട് കാണിക്കുന്നില്ല ഒന്നും. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തതിന് കാണുന്ന വെച്ചാൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ചേട്ടാ.